ആം ആദ്മി പാർട്ടിയിൽ പൊട്ടിത്തെറി. നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് എ.പി നേതാവും രാജ്യസഭാ എംപിയുമായ രാഘവ് ചദ്ദ പാർലമെന്റിൽ സംസാരിക്കുന്നതിൽ നിന്നും തന്നെ തടയാൻ പാർട്ടി ശ്രമിച്ചു. നിശബ്ദനാക്കാമെന്നും എന്നാൽ തന്നെ തോൽപ്പിക്കാനാകില്ലെന്നും രാഘവ് ചദ്ദ പറഞ്ഞു. രാഘവ് ചദ്ദയെ രാജ്യസഭയിലെ ഉപനേതാവ് സ്ഥാനത്ത് നിന്ന് എ.പി ഒഴിവാക്കിയിരുന്നു. और जिन लोगों ने आज पार्लियामेंट में मेरे बोलने का अधिकार मुझसे छीन लिया, मुझे खामोश कर दिया, मैं उन्हें भी कुछ कहना चाहता हूँ। मेरी खामोशी को मेरी हार मत समझ लेना। मेरी खामोशी को मेरी हार मत समझ लेना। मैं वो दरिया हूँ जो वक्त आने पर सैलाब बनता है। जय हिंद। ശ്രീകാന്ത് ശരിക്കാണ്. ശ്രീകാന്ത്, എ.പി നേതൃത്വത്തിനെതിരെ അതിശക്തമായ ഭാഷയിലാണ് രാഘവ് ചദ്ദ ആഞ്ഞടിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു? ഡൽഹിയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്നും തുടച്ചു മാറ്റപ്പെട്ട ഈ ആം ആദ്മി പാർട്ടി അത് തകർന്നടിയുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ആ പാർട്ടിക്കുള്ളിൽ അന്തഛിദ്രം അത് പുറത്തേക്ക് വന്നു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതുതായി ഉള്ളത് രാഘവ് ചദ്ദ MP. അദ്ദേഹം പാർട്ടി വിട്ട് പുറത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു എന്നുള്ളതാണ്. തന്നെ പാർലമെന്റിൽ സംസാരിക്കുന്നതിൽ നിന്നും തടയാൻ പാർട്ടി ശ്രമം നടത്തുന്നു എന്ന് രാഘവ് ചദ്ദ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നു. മാത്രമല്ല, നേതൃത്വത്തിനെതിരെ രാഘവ് ചദ്ദ, അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർക്കെതിരെ രാഘവ് ചദ്ദ ആഞ്ഞടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്ത. തന്നെ നിശബ്ദനാക്കാം, പക്ഷേ തോൽപ്പിക്കാനാകില്ല എന്നാണ് രാഘവ് ചദ്ദ ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം രാഘവ് ചദ്ദയെ രാജ്യസഭയിലെ ഉപനേതാവ് സ്ഥാനത്തു നിന്നും ആം ആദ്മി പാർട്ടി പുറത്താക്കിയിരുന്നു. അതായത് മനീഷ് സിസോദിയയും അരവിന്ദ് കെജ്രിവാളുമൊക്കെ ഉൾപ്പെട്ട കോക്കസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് പുറത്തേക്ക് പോകാൻ ഒരുങ്ങുന്ന അടുത്ത വ്യക്തിയായി മാറുകയാണ് ഈ രാഘവ് ചദ്ദ. അതായത് ജനകീയ വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു MP കൂടിയായിരുന്നു അദ്ദേഹം. ഏത് പാർട്ടിയിലേക്ക് പോകും എന്നുള്ളത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. ശ്രീകാന്ത്, എന്തായാലും നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് രാഘവ് ചദ്ദ. എ.പിയിൽ വമ്പൻ പൊട്ടിത്തെറിയുടെ സമയമാണ്. വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത് S. ശ്രീകാന്താണ്.